എടാ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. വേറെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു അടിപൊളി പുഡിംഗ് നമുക്ക് ഉണ്ടാക്കിയാലോ? എന്നാ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുക്കാം, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം, പിന്നെ കസ്റ്റാർഡ് പാലിൽ കലക്കി എടുക്കാം. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ലേ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. എന്തായാലും ഞാൻ എന്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തു, അതിൽ വിപ്പിംഗ് ക്രീം നമ്മൾ ഫസ്റ്റ്ലി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അവിടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിന്റെ ഷേപ്പിനൊത്ത് റെഡി ആവാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഒഴിച്ച് നല്ലോണം ആ ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുക, നെക്സ്റ്റ് ലെയർ ഫില്ല് ചെയ്യുക, നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം, ഇല്ല സ്കിപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ലെയർ വെക്കാം. ആക്ച്വലി ഞാൻ ആദ്യം ഇത് കേക്ക് ആക്കാനാണ് വിചാരിച്ചത്, പക്ഷെ ബ്രെഡ് തികയാത്തോണ്ടാണ് വീണ്ടും പുഡിംഗ് ആക്കിയത്. എന്നാലും അടിപൊളിയാട്ടോ. എന്തായാലും ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതും കൂടി അതിലേക്ക് ഇട്ട് വീണ്ടും നെക്സ്റ്റ് ലെയർ ചെയ്തു. നമ്മുടെ ബാക്കിയുള്ള ബ്രെഡ് കൂടി അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുന്നു, വെറ്റ് ചെയ്യുന്നു. നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നു. നമ്മൾ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് കുറച്ച് പാളിച്ചൊക്കെ വരും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് ഇടുന്നത്. കേൾക്കുമ്പോൾ ഇതെന്താന്ന് തോന്നും, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു ശർക്കര ഇട്ടിട്ടുള്ള ടേസ്റ്റ്. പിന്നെ ഒരു അലങ്കോലപ്പണിക്കായിട്ട് 2-3 മുന്തിരിയും കൂടി വെക്കുകയാണേ, ജസ്റ്റ് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം. അങ്ങനെ പിന്നെ നമ്മളൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, ട്രൈ ചെയ്യണേ. അതിന്റെ ഫീഡ്ബാക്ക് കൂടി കമന്റിലോട്ട് അറിയിക്കാൻ നോക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ബൈ.